പക്ഷെ പഞ്ചാംഗം അങ്ങനെയല്ല. പഞ്ചാംഗം പുന്നശ്ശേരി ഗണിച്ചു കൊടുക്കുകയുള്ളൂ. അതിൻ്റെ ചിലവ് മുഴുവനും വേറെ ആരെങ്കിലും ആയിരിക്കും. അതുകൊണ്ടാണ് അത് 60 കൊല്ലം മുടങ്ങാതെ പോകുന്നത്. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഗുരുനാഥന് ദക്ഷിണ കൊടുക്കാത്തതുകൊണ്ട് അതിലൊന്നും ഞാൻ ഒന്നും എടുക്കില്ല. ആ ഒരു കാഴ്ചപ്പാടായതുകൊണ്ട് ആരെങ്കിലും അതിന് സഹായത്തിന് എല്ലാവരും ഉണ്ടായിട്ടില്ല. അതാണ് പഞ്ചാംഗത്തിനും പത്രത്തിനും വ്യത്യാസം. 60 കൊല്ലം കണ്ടിന്യൂസ് നടന്നു. ഇതങ്ങനെ ഇത് 3 പ്രാവശ്യം ഇടയ്ക്ക് നിന്നു. കാരണം പല കാരണങ്ങളാണ്. ഒന്ന് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണത്തിൽ അവിടെ നിന്നു പോയി. എന്നാലും 25 കൊല്ലത്തോളം പത്രിക നടന്നു. പക്ഷെ പഞ്ചാംഗം തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നു. അങ്ങനെയുണ്ട്. അപ്പം അങ്ങനെ ഓരോ മേഖലയിൽ എടുക്കുന്ന സമയത്ത് അദ്ദേഹമായിട്ടുള്ള വ്യത്യസ്ത കാഴ്ചപ്പാട് ഉണ്ടെന്നുള്ളത്. അതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാണ്ട്, അന്വേഷണാത്മകത നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ അന്വേഷണാത്മകത ഈ പറഞ്ഞ എല്ലാ മേഖലകളിലുണ്ട്. ഇപ്പം സാറ് പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് ഒരു കുട്ടിയിൽ നിന്ന് 5 പൈസ പിരിവെടുത്ത് ഇതിനെ സഹായിക്കുക എന്നുള്ളൊരു ആശയം. പിന്നെ ആയുർവേദ മരുന്നുകൾ വിപണനം ചെയ്യുക എന്നുള്ളൊരാശയം. ഇതൊക്കെ ഈ പറഞ്ഞ അന്വേഷണാത്മകയുടെ ഭാഗമാണ്. അതിൻ്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കേണ്ട ഒന്നാണ് ആയുർവേദത്തിനെ കുറിച്ചുള്ള പഠനത്തിൽ ഒരു സാമ്പ്രദായികമായിട്ടുള്ള ആയുർവേദ വിദ്യകൾ പകർന്നു കൊടുക്കുകയും മരുന്നുണ്ടാക്കുകയും മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത്. അവിടെ അദ്ദേഹം മരിക്കുന്നത് 35-ലാണ്. 1935-ലാണ് മരിക്കുന്നത്. മരിക്കുന്നതിന് ഏകദേശം ഒരു 3 വർഷം മുമ്പ് 32-ല് അദ്ദേഹം തൻ്റെ ഒരു ശിഷ്യന് ഗവേഷണത്തിനൊരു വിഷയം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് വിഷയം എന്ന് പറയുന്നത് ആയുർവേദവും ജീവാണുശാസ്ത്രവും ആണ് വിഷയം. മൈക്രോബയോളജി എന്ന് വേണമെങ്കിൽ ഇന്നത്തെ മൈക്രോബയോളജി. മൈക്രോബയോളജി എന്നുള്ള വിഷയം നമ്മൾ കേട്ട് തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടിരുന്നു? കുട്ടികൾ കോളേജുകളിൽ വിഷയമായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര കുറഞ്ഞ സമയമായിട്ട്. ചെമ്പ്രരാമൻ സാറിൻ്റെ അന്വേഷണത്തിൽ അത് കണ്ടെത്തിയിട്ടുണ്ട്. 2 വർഷത്തെ സ്കോളർഷിപ്പോട് കൂടിയിട്ട് അദ്ദേഹം പഠിച്ച കാര്യം സാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ 32 കാലഘട്ടത്തിൽ ഈ അന്വേഷണാത്മകത അവസാനിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മരണസമയം ഏകദേശം അടുക്കുമ്പോഴും ഇത് കൂടി, ഈ ഒരു അന്വേഷണാത്മകത കൂടി വന്നിട്ട് തന്നെയുള്ളൂ. പല ഗ്രന്ഥങ്ങളും തന്നെ അത് പൂർണ്ണം അല്ല. അന്വേഷണാത്മകത ഇപ്പം നിങ്ങൾ ഉപരത്നശിഖ വ്യാഖ്യാനം പരിശോധിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എത്രത്തോളം അതിന്റെ ഗ്രന്ഥനാഥനായിട്ടുള്ള പ്രശ്നമാർഗത്തിൽ നിന്ന് എത്രത്തോളം ഇദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തിയ ഗ്രന്ഥത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റു പല ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ശ്ലോകങ്ങൾ പോലും വ്യക്തിയില് ഈ ഒരു അന്വേഷണാത്മകത എന്നുള്ള ഒരു തലം ഉണ്ട്. അപ്പൊ അത് ഏത് മേഖലയിലേക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നമ്മളിപ്പോ പറഞ്ഞ ജീവാണുവാദവും ആയുർവേദ ശാസ്ത്രവും എന്നുള്ള വിഷയം. അപ്പൊ ഇദ്ദേഹത്തിന് നടന്നു പോകുന്ന ഏത് വഴികളിലെ ആ കാൽപ്പാടുകളിലേക്ക് നമ്മൾ നോക്കിയാലും ഈ അന്വേഷണാത്മകതയിലൂടെ തന്നെ അത് തെരഞ്ഞിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. എന്താണ് പുതിയത്, എന്താണ് സംതിങ് ഡിഫറെന്റ്, ഇതുവരെ സാമ്പ്രദായികമായി എന്ത് നിലനിന്നിരുന്നു, അതിൽ നിന്ന് എന്താണ് പുതിയത്, എന്താണ് എനിക്ക് അന്വേഷിച്ച് കണ്ടെത്താനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഏത് വഴിക്ക് പോലെ തിരിയിൽ നിന്ന് കൊളുത്തിയ ബന്ധങ്ങൾ. അതുകൊണ്ട് തന്നെ ആ പേരിന്, ആ പുസ്തകത്തിന്റെ ആ പേരിനും ടീച്ചറുടെ ആ പുസ്തകത്തിന്റെ പേരിനും ആ ഒരു പ്രത്യേകത അതിനും കൂടെ ഉണ്ടല്ലോ, ജ്വാലാമുഖി എന്നുള്ളതിനും കൂടെ അല്ലേ. അപ്പോൾ നമുക്ക് കോളേജിന്റെ ചരിത്രത്തേക്ക് വരുമ്പോൾ ഇന്ന് ഞങ്ങളുടെ അനുഭവം ഞങ്ങൾ പറഞ്ഞു നിർത്തി. ആ കോളേജിൽ അദ്ദേഹത്തിനെ സ്മരിക്കാൻ ഒരു ഛായാചിത്രം മാത്രമായിട്ട് ഒതുങ്ങിപ്പോയോ എന്നുള്ളത് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതും തന്നെ കാണാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയില്ല. എവിടെയൊക്കെയോ നമ്മുടെ പുന്നശ്ശേരിയെ ഒന്ന് ഇകഴ്ത്തി കാണിക്കാനുള്ളത്, തമസ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ കോളേജിന്റെ കാലഘട്ടത്തിൽ? കോളേജിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് പുന്നശ്ശേരിയുടെ മരണത്തിന് ശേഷം, പക്ഷേ പുന്നശ്ശേരി മരിക്കുന്നതിന് മുമ്പ് 34 തോന്നുന്നു അന്നത്തെ വാർഷികത്തിന് ഇനി അടുത്ത കറസ്പോണ്ടൻ്റ് കോളേജിലെ ചുമതലയേറാൻ പറഞ്ഞിട്ട് പുന്നശ്ശേരി ഇല്ലത്തിൽ തന്നെ നിശ്ചയിച്ചു. പക്ഷെ ആ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രിൻസിപ്പലായിട്ട് CS നായർ, സംഗുണി നായരാണ് ഇരുന്നത്. അതിന് മുമ്പൊക്കെ കേമന്മാരുണ്ടായിരുന്നു. മറ്റേ പ്രിൻസിപ്പലല്ല, ഒരു അധ്യാപകനായിരുന്ന പ്രിൻസിപ്പലായിരുന്നത് നമ്മുടെ കുഞ്ചരാമ പതിയാറല്ല, ഒരു രാമവാര്യർ. അന്ന് ആദ്യകാലം മുതലേ ഇരുന്ന ഒരു രാമവാര്യരായിരുന്നു. പക്ഷേ ഇത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കമ്മിറ്റിയുടെ കംപ്ലീറ്റ് ഘടന മാറി. നേരത്തെ ഇരുന്ന 8 പേരല്ല അവിടെ ഉണ്ടായത്. അതിന് പകരം കംപ്ലീറ്റ് പുതിയ ആൾക്കാരാണ്. ആ പുതിയ ആൾക്കാരുടേത് ആരൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് ഒരു ഓർമ്മയില്ല. പക്ഷെ പുതിയ ആൾക്കാർ വന്നപ്പോൾ കറസ്പോണ്ടൻ്റ് CS നായരായിട്ട് മാറി. അതിനുശേഷം പട്ടാമ്പി കോളേജിലെ പഴയ രജിസ്റ്ററിലെ ഇൻകം എന്നുള്ള സ്ഥലത്ത് പലരുടെ സംഭാവനകൾ നിന്നുപോയി.
അടക്കം സാമുദ്രിക ബറോഡ മഹാരാജാസിൽ നിന്ന് കിട്ടിയ സംഭാവന അടക്കം കോട്ടക്കൽ രാജവംശം, കോട്ടക്കൽ വന്ന് എല്ലാം ഉണ്ട്. കോട്ടക്കൽ നമുക്ക് ഇവിടെ പക്ഷേ ബറോഡയിൽ നിന്ന് കിട്ടിയെന്നുള്ളത് ആർക്കണം, ഗുജറാത്തിലെ ആ ഭാഗത്തിരുന്ന സംഭാവന അടക്കം പിന്നീട് നിന്നുപോയി. അത് എന്ത് കാരണം നമുക്ക് ഒരു റെക്കോർഡായിട്ടോ ഒന്നുമില്ല. ഇതിൽ നോക്കുമ്പോൾ അത് പൈസ നിന്ന് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇത് കൊണ്ടു നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ കാലഘട്ടം ഒരു ഇരുണ്ട ചരിത്രം എന്ന് പറയാം. അതിൽ എത്ര പേര് പഠിച്ചു എന്നുള്ളതിൻ്റെ റെക്കോർഡില്ല. പിന്നീട് ഗവൺമെൻറ് ഏറ്റെടുത്തതിന് ശേഷമാണ് അതിൽ ഇത്ര പേര് പഠിച്ചെന്നുള്ള റെക്കോർഡ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചത്, 1-2 പേര് പഠിച്ചിട്ടുണ്ടാകാം, പക്ഷെ അതിന് എത്ര പേരാണുള്ളത് ഒരു റെക്കോർഡിൽ ഒന്നും പറയുന്നില്ല. അതിന് ശേഷം 58-ന് ശേഷം പലരും ഇവിടെ പഠിച്ചതായിട്ട് രജിസ്റ്ററിലൊക്കെ കാണുന്നുണ്ട്. എല്ലാം വന്നിട്ട് വീണ്ടും പഴയതുപോലെ വന്നു. അപ്പോൾ അതിൽ ഏതോ ഒരു കൊല്ലത്തിൻ്റെ കൃത്യമായിട്ട് കൊല്ലം ഓർമ്മയില്ല, മദ്രാസ് യൂണിവേഴ്സിറ്റിൻ്റെ വിദ്വാൻ പരീക്ഷയും അവിടെ നടന്നു, കേരള യൂണിവേഴ്സിറ്റിൻ്റെ വിദ്വാൻ പരീക്ഷയും നടന്നു, രണ്ടും ഒരേ സമയത്ത്. കാരണം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന സമയത്ത് ഇവിടെ കേരള ഗവൺമെൻറ് 58 ഫോം ചെയ്തപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് മാറി. അപ്പോൾ ആ ഒരു 4 കൊല്ലം പഠിക്കുന്ന സമയത്ത് 2 കൊല്ലം മദ്രാസ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലും പിന്നീട് കേരള യൂണിവേഴ്സിറ്റി മാറുന്ന പറഞ്ഞ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം. അങ്ങനെ ഒരേ പീരീഡിൽ 2 കോഴ്സും ഇവിടെ നടന്നു. കേരള യൂണിവേഴ്സിറ്റിൻ്റെതും മദ്രാസ് യൂണിവേഴ്സിറ്റിയും വിദ്വാൻ കോഴ്സും സിറോമണി കോഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു രജിസ്റ്ററും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പിന്നീട് വന്നപ്പോൾ കംപ്ലീറ്റ് എല്ലാവരും കേരള യൂണിവേഴ്സിറ്റിയിലെ വിദ്വാൻ കോഴ്സും സിറോമണി കോഴ്സിനും കുറേ പേര് പിന്നെ വരാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്കുള്ള കാലം 35-ന് ശേഷമുള്ള കാലഘട്ടത്തിലും 58-ൻ്റെ ഇടയ്ക്കുള്ള ഒരു ഏകദേശം 20 കൊല്ലം എന്താണ് ഉണ്ടായിരുന്നതിൻ്റെ റെക്കോർഡ് ശരിക്കും സാറെത്തുന്നത് അതിന് ശേഷമാണ്. ഞാനിപ്പോൾ 83 ഗവൺമെൻറ് ഏറ്റെടുത്തതാണ്. അതിനുശേഷം 58-ന് ശേഷം പറയുകയാണെങ്കിൽ UGCൻ്റെ അംഗീകാരം കിട്ടി. 70 കാലഘട്ടങ്ങളിൽ UGCൻ്റെ ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ട്. കാരണം അന്നേ ഈ ഗവേഷണ പാരമ്പര്യം ഉണ്ടായിരുന്നല്ലോ, ആയുർവേദത്തിൻ്റെ അടക്കം ഗവേഷണം 32 ഉണ്ടായിരുന്നത്. ആ പാരമ്പര്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നപ്പോൾ തുടർന്നു. അവിടെ 70 കാലഘട്ടത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇവിടുത്തെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റും സംസ്കൃതം ഡിപ്പാർട്ട്മെൻറ്റും റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിക്കുകയും അന്ന് പ്രൊഫസർ വിജയൻ, ശംഭു സർ, കൽക്കത്ത് ഗോവിന്ദൻ നമ്പ്യാർ ഇവരൊക്കെ അന്നത്തെ ഗൈഡായിരിക്കും. കാരണം അതിൻ്റെ റെക്കോർഡില്ല, പക്ഷേ അന്ന് അവിടുത്തെ കിഴവന്മാരായിരുന്നു. അപ്പോൾ അവരായിരിക്കും ഗൈഡ്. അപ്പോൾ ആ ഗൈഡിൻ്റെ കീഴിൽ കുറേ പേർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 2-3 പേരുടെ പഴയ രജിസ്റ്ററിൽ കാണുന്നുണ്ട്. ഇവിടുത്തെ ഗവേഷണ വിദ്യാർത്ഥിയാൻ മാത്രമേ പറയേണ്ട അവർ ഏത് സബ്ജക്റ്റാണ് എടുത്തുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ സംസ്കൃതത്തിന് അങ്ങനെ എന്തോ ഒരു ഗ്രാൻഡ് സ്കോളർഷിപ്പ് ഉണ്ട്. അത് മദ്രാസ് യൂണിവേഴ്സിറ്റി ഉള്ള സമയം തന്നെ ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പഴയ പിള്ളേർ ഒപ്പിട്ട് വാങ്ങിയതിൻ്റെ, പക്ഷെ കിട്ടുന്നത് ഒരു കൊല്ലം ആകും. അപ്പോൾ ചിലപ്പോൾ ഇവർ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാരും കിട്ടുക. അപ്പോൾ അവരെ വിളിച്ചു വരുത്തിയിട്ട് കുട്ടികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വിളിച്ചു വരുത്താൻ വേണ്ടി കത്തയച്ചതൊക്കെ ഞാൻ പറഞ്ഞ രജിസ്റ്ററിലുണ്ട്. പിന്നെ കുട്ടികൾ പറഞ്ഞോളാം. അപ്പോൾ അങ്ങനെ എക്സാമിനേഷന് വേണ്ടിയിട്ട് പൈസ അടയ്ക്കാൻ ഇന്ന ഡേറ്റാണ് അതിനുമ്പോൾ അടയ്ക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. കാരണം ചില കുട്ടികൾക്ക് എക്സാമിനേഷൻ ഫീസ് അടയ്ക്കാൻ പറ്റാത്ത കുട്ടികളൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്തും സൗജന്യമാണ് എല്ലാം. മരുന്നിന് പൈസ വേണ്ട, താമസത്തിന് പൈസ വേണ്ട, ഫീസ് വേണ്ട, ഒന്നും വേണ്ട. ആകെ അദ്ദേഹം സ്വീകരിക്കുന്നത് വിജയദശമി അന്ന് കിട്ടുന്ന ദർശനം മാത്രമാണ്. അതാണ് പുതുശ്ശേരി സ്വീകരിക്കുന്ന ദർശനം. ബാക്കി ഒരു ചിലവും പിള്ളേർക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സമുദായം ഗവൺമെൻറ് സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ അത് അവർക്കാണ് കൊടുക്കുന്നത്. ആ സ്കോളർഷിപ്പിൻ്റെത് പിന്നീട് തുടർന്ന് പോയിരുന്നു, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏറ്റവും അവസാനം കിട്ടിയിരിക്കുന്നത് 450 പറയുന്നത്. മാസത്തോട് 450, അതും വർഷത്തിൽ ഒരിക്കലായിരിക്കും കിട്ടുക. അത് ഇനിയും കൂട്ടിയിട്ടില്ല. ഇതേ അവസ്ഥയാണ് ഇവിടുത്തെ സ്കൂളിലും. സ്കൂളിലൊന്ന് 50 രൂപയെ കിട്ടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ട് എനിക്ക് അത്ര അറിയില്ല. കാരണം സ്കൂളിലെ ടീച്ചേഴ്സിൽ ചോദിച്ചാൽ ആ പെരുമുടിയോ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഇവിടെ ഉള്ള സ്കൂളിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും. അവിടെയും കുട്ടികൾ സംസ്കൃത പിള്ളേർക്ക് സ്കോളർഷിപ്പ് കിട്ടും. പക്ഷേ അവിടെ സംസ്കൃത പിള്ളേരുടെ എണ്ണം കുറഞ്ഞ് വരികയാണ്. ഇതേ അവസ്ഥയിൽ കാലോനിയും കുറഞ്ഞ് വരികയാണ്. മറ്റു സബ്ജക്റ്റിൽ ചേർന്നതുപോലെ കുട്ടികൾ അതിലേക്ക് വരുന്നില്ല എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ട്. പക്ഷെ എന്നാലും ആ പാരമ്പര്യം നിന്നിട്ടില്ല. പിന്നെ നാടകത്തിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ആ നാടകം എങ്ങനെയാണ് പുന്നശ്ശേരി കാലത്ത് തുടങ്ങിയത്, അതിൻ്റെ തുടർച്ച പട്ടാമ്പി കോളേജിൽ നിന്നും ഉണ്ട്. കാരണം ഗംഗാറാം മാസ്റ്ററിൻ്റെ ഒരു ക്യാമ്പസ് തിയേറ്റർ, അതിൻ്റെ ഒരു തുടർച്ചയാണ്. ഗീത ടീച്ചർ, പിന്നെ അലിയാർ, സാറ ജോസഫ്, പിന്നെ അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സത്യമാഷിൻ്റെ കാലമായിട്ട് വരാം. സത്യമാഷ് വന്നിരുന്നു. ഇപ്പം സത്യമാഷ് ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയി. എന്നാൽ ആ നാടകത്തിൻ്റെ പാരമ്പര്യം ഇപ്പോഴും വന്നുകൊണ്ട്. അപ്പം അങ്ങനെ അതേപോലെ അക്ഷരശ്ലോകം ഉണ്ടായിരുന്നു. ഈ അക്ഷരശ്ലോകത്തിൻ്റെ പറയുന്ന സമയത്ത് അന്നത്തെ ശിവരാത്രി കാലത്തും കോളേജ് ഡേക്കും അല്ലെങ്കിൽ ഈ പണ്ഡിത സദസ്സോ അല്ലെങ്കിൽ സാഹിത്യ സദസ്സോ എവിടെയാണെങ്കിലും ശരി പുന്നശ്ശേരി പുന്നശ്ശേരി ഗുരുകുലത്തിലിരുന്ന് അല്ലെങ്കിൽ സംസ്കൃത കോളേജിലിരുന്ന് നാടകവും അക്ഷരശ്ലോകവും നിർബന്ധമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു. അവിടെ ഉണ്ടാവും. ബട്ട് ആ കേരളത്തിന് മൊത്തം
എല്ലാ ഭാഗത്തും ഈ നാടകവും അക്ഷരശ്ലോകവും അഭിനയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടികളും അഭിനയിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പോയത് അക്ഷരശ്ലോകമാണ്. അത് എങ്ങനെ നിന്ന് പോയെന്നുള്ളത് അറിയില്ല. പക്ഷെ ആദ്യത്തെ ശിഷ്യന്മാർ ഇപ്പോഴും പല സ്കൂളുകളിലും ഈ അക്ഷരശ്ലോകത്തിൻ്റെ പാരമ്പര്യം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. തുടർച്ചയായിട്ട് പട്ടാമ്പി കോളേജിലിരുന്ന് ആ സംഭാവന ഇല്ല. അതിന് മറ്റേ അശ്വിൻ പറഞ്ഞല്ലോ, തൃപ്പണിത്തുറയിലുള്ള വാക്യാർ സദസ്സ്, അത് ഇപ്പോഴും തൃപ്പണിത്തുറയിൽ തുടർന്ന് വരുന്നുണ്ട്. പക്ഷേ പട്ടാമ്പി കോളേജ് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അത് പട്ടാമ്പി കോളേജ് ഇല്ല. പക്ഷേ ഇവിടെ പുന്നശ്ശേരി അനുസ്മരണം പറഞ്ഞുള്ള തുടർച്ചയായിട്ട് നടന്നു വരുന്നുണ്ട്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ഈ നാടകത്തിൻ്റെ പാരമ്പര്യത്തിൽ വരുന്ന സമയത്ത് കൂടിയാട്ടമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നീട് പട്ടാമ്പി കോളേജിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് KG പൗലോസ് സാർ ഉള്ള സമയത്തൊക്കെ അതും ഉണ്ടായിരുന്നു. പിന്നെ അത് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയതിനു ശേഷം അത് തൃപ്പൂണിത്തുറയ്ക്ക് മാറി. ഇപ്പോൾ തൃപ്പൂണിത്തുറ കോളേജിലേക്കാണ് കൂടിയാട്ട നാടകം, ആ സംസ്കൃത നാടകത്തിൻ്റെ കൂടിയാട്ടം സ്റ്റൈലിലേക്ക് മാറിയ തൃപ്പൂണിത്തുറയിലേക്കാണ് യുനെസ്കോ അംഗീകരിച്ച ഒരു നാടക പാരമ്പര്യമായിട്ട് മാറി, യുനെസ്കോ അംഗീകരിച്ചതാണ്. പക്ഷേ പട്ടാമ്പി കോളേജിൻ്റെ അത് തുടക്കമാണ്. അത് പിന്നീട് അത് ഒന്നുകൂടി വലുതാക്കിയെടുക്കുകയും അതിൻ്റെ ശരിക്കും സംഭാവന കൊടുക്കുന്നത് കലാകേളിയും പറഞ്ഞ് KP നാരായണപിഷാരിയുടെ ആദ്യത്തെ കൂടിയാട്ട നാടകം എഴുതിയത്. അപ്പോൾ പുന്നശ്ശേരിയുടെ ശിഷ്യനാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ പാരമ്പര്യം പിന്നെ പൗലോസ് സാറ് തൃപ്പൂണിത്തുറയിലേക്ക് ട്രാൻസ്ഫർ ആയതുകൊണ്ട് പൗലോസ് സാർ അവിടെ കൊടുക്കും. കാരണം പൗലോസ് സാറ് ഈ നാടകത്തിൻ്റെ ഇപ്പോൾ ഗംഗാരമാഷം ഉണ്ടെങ്കിലും അതിൻ്റെ പിന്നിലെ ഒരാൾ വേണമല്ലോ ഇത് കൊണ്ടു നടത്താൻ, അത് പൗലോസ് സാറായിരുന്നു. ആ പൗലോസ് സാറ് ഈ നാടകം കൂടിയാട്ടം എന്നുള്ള സ്റ്റൈലിലേക്ക് തൃപ്പൂണിത്തുറയിൽ പോയിട്ട് തൃപ്പൂണിത്തുറ ഇൻ്റർനാഷണൽ കൂടിയാട്ടം സെൻ്റർ എന്ന് പറഞ്ഞ് ഇപ്പോൾ തൃപ്പൂണിത്തുറയിലായിരുന്നു. ഈ നാടക പാരമ്പര്യം നിന്ന് പോയിട്ടില്ല ശരിക്കും. അതിന് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, ഓരോ വർഷവും സ്കൂൾ യുവജനോത്സവങ്ങളിലെ, സ്കൂൾ യുവജനോത്സവം അറിയാലോ, ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയാണ് സ്കൂൾ യുവജനോത്സവങ്ങൾ. കേരളത്തിലെ സംസ്കൃതോത്സവവും ഈ സ്കൂൾ യുവജനോത്സവം നടക്കുമ്പോൾ അതിൽ മിക്കവാറും A+ വരുന്ന ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്കോർ കിട്ടിയ നാടകങ്ങളൊക്കെ ഈ ഒരു ഏരിയ ആയിരിക്കും. നമ്മുടെ പട്ടാമ്പി, ചാലിശ്ശേരി, ചാത്തന്നൂര്, ഒറ്റനാട് എന്നുവെച്ചാൽ പട്ടാമ്പിയോട് അടുത്ത് കിടക്കുന്ന കുറച്ച് സ്കൂളുകളുണ്ട്. അവിടെയാണ് മിക്കവാറും എല്ലാ വർഷവും നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ഞങ്ങളൊക്കെ പട്ടാമ്പി പാരമ്പര്യത്തിന്റെ പിന്മുറക്കാരാണല്ലോ. അപ്പോൾ വളരെ അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ കുട്ടികളൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു പാരമ്പര്യം നിന്ന് പോയിട്ടില്ല. മാത്രമല്ല ചെറിയ ചെറിയ ഒരുപാട് നാടക സംഘങ്ങൾ, ലിറ്റിൽ എർത്ത് പോലെയൊക്കെയുള്ള കുറേ നാടക സംഘങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആ ഒരു പാരമ്പര്യം അവർ പഠിച്ചതോ പ്രവർത്തിക്കുന്നതോ ഏത് മേഖലയിലായിക്കൊള്ളട്ടെ, അവർ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പുന്നശ്ശേരിയുടേതാണ്. അത് ആ മണ്ണ് പുന്നശ്ശേരിയുടേതാണെന്ന് പറയുമ്പോൾ കോളേജിനെ ഒരു ക്ഷേത്രമാക്കി സങ്കല്പിച്ചാൽ പുന്നശ്ശേരി എന്ന് പറയുന്നത് അതിലെ ഒരു ഈശ്വരൻ തന്നെയാണ്. ആ ഒരു അനുഗ്രഹം പുന്നശ്ശേരിയുടെ ആ കോളേജിലെ വിദ്യാർത്ഥികൾക്കും ഇപ്പോഴും ഉണ്ട് എന്നുള്ളത്. ഈ കോളേജിൽ ലൈബ്രറി ആയിരുന്നല്ലോ സാറ്, ലൈബ്രറി അദ്ദേഹത്തിന് എന്തെങ്കിലും ഓർമ്മകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടോ? അത് ശേഖരിച്ച് കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് കിട്ടിയിട്ടില്ല. അതായത് ശിഷ്യന്മാരുടേത് കുറേ കിട്ടിയിട്ടുണ്ടെങ്കിലും പുന്നശ്ശേരിയുമായിട്ട് കിട്ടിയത് ഒരു 4-5 മാത്രമേ ഉള്ളൂ. നമ്മൾ അഷ്ടമി ചമ്പ്, പിന്നെ ഈ ഗുരുവായൂർ ദിവസംബസംഗമം, പിന്നെ ഉള്ളത് പ്രസന്ന മാർഗത്തിൻ്റെ പഴയ എഡിഷൻ, അങ്ങനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ വേറെ 2-3 ഉണ്ട്, എനിക്ക് കൃത്യമായിട്ട് പറയില്ല. പിന്നെ ഒരു 3 ബുക്ക് പിന്നെ ഇവിടെ നിന്ന് പ്രിൻ്റ് ചെയ്ത, വിജ്ഞാനിച്ചിന്താണ് അച്ചുകൂടത്തിൽ പ്രിൻ്റ് ചെയ്ത സംസ്കൃതത്തിൻ്റെതും നാഗരി ലിപിയിലും ഗ്രന്ഥാക്ഷരത്തിലും മലയാള അക്ഷരത്തിൽ പ്രിൻ്റ് ചെയ്ത ബുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നവരത്നമാല എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കുണ്ട്, അത് 3 ലിപിയിലാണ്. അത് നാഗരി ലിപി, മലയാളം, ഇംഗ്ലീഷ്, അങ്ങനെ ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവം പറയുകയാണെങ്കിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിക്ക് മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് പട്ടാമ്പിയിൽ ട്രെയിനിൽ കയറുകയും ആ ട്രെയിനിൽ കയറുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ മാനവവിക്രം കവിയാണ് പോയത് കൂടെ മദ്രാസിലേക്ക്. അത് വേറെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും, പക്ഷേ പുന്നശ്ശേരിയുടെ കൂടെയാണ് പോയിരിക്കുന്നത്. ആ ട്രെയിനിലെ കമ്പാർട്ട്മെൻറ്റിൽ ഒരു സായിപ്പ് ഉണ്ടായിരുന്നു. ആ സായിപ്പിൽ വരുന്ന സമയത്ത് അതിനകത്തൊന്ന് സബ് കളക്ടർ അങ്ങനെയുള്ള പദവിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു, പുന്നശ്ശേരി അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് തോന്നുന്നു സംഭവങ്ങളിൽ. അപ്പോൾ ഒറ്റപ്പാലം കഴിഞ്ഞ് ആ പള്ളിയുടെ മല പകുമ്പോൾ അവിടെ കാട്ടുതീയാണ് രാത്രി. ആ കാട്ടുതീ കണ്ടിട്ട് എന്ത് ചെയ്തു, മനോഹരമായിരിക്കും പറഞ്ഞിട്ട് മാനവിക്രമം ഒരു സമസ്യ പറഞ്ഞപ്പോൾ പുന്നശ്ശേരി പൂരിപ്പിച്ച് കൊടുക്കുകയും, അപ്പോൾ ഈ സാഹിബ് കേൾക്കുമ്പോൾ അത് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മാനവിക്രമം കൊടുത്തു എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ന് പറയുന്നത് ഒരു കവിതയുടെ ഒരു വാക്ക് പറയുക, അത് അവസാനത്തെ വരി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ എഴുതുന്ന ആളുടെ മനോധർമ്മം പോലെ ബാക്കി ഭാഗങ്ങൾ പൂരിപ്പിക്കുക. അത് സംസ്കൃതോത്സവത്തിലും സംശയപൂരണം. അത് കാരണം അത് വിജ്ഞാന ചിന്താണി പത്രികയിലെ വരുന്ന ഒരു ഭാഗമാണ്. പത്രത്തെ ജനകീയമാക്കാൻ വേണ്ടി
അദ്ദേഹം അതിലും ഈ ഒരു ഇത്തരം വിദ്യകൾ അതിലും ഇന്നത്തെ മോഡൽ ജനകീയമാക്കുക എന്നുള്ളതോടൊപ്പം തന്നെ ഈ സാധാരണ ജനങ്ങളിൽ സാഹിത്യത്തിനോട് താല്പര്യമുള്ള ഒട്ടേറെ പേരുണ്ടാവും. അവർക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, മറ്റു കാര്യങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്ക് ആശയപ്രകാശനത്തിലുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കുക കൂടിയായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിനോട് ചേർക്കണം. സാറ് നേരത്തെ പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു വിശദീകരണം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയെ കുറിച്ച് സൂചിപ്പിച്ചു. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിനോടും നമ്മുടെ അന്വേഷണാത്മകത എന്നുള്ള വാക്കിനോടും സാറ് പറഞ്ഞ റീഇൻറ്റർപ്രിട്ടേഷൻ എന്നുള്ള വാക്കിനോടും ചേർത്ത് വായിക്കാവുന്ന ഒന്നാണ് സമാധി. സമാധി എന്ന് പറയുമ്പോൾ പ്രത്യക്ഷമായിട്ടൊരർത്ഥം ഒരു കാവ്യത്തിനുണ്ടാവും. അത് എഴുത്തുകാരൻ ഉദ്ദേശിച്ച ഒരർത്ഥം. അത് ഒരു അനുവാചകൻ വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവുന്ന മറ്റൊരർത്ഥം. ഇതിനൊക്കെ അപ്പുറം ഈ വായിക്കുന്നയാൾക്കോ കേൾക്കുന്നയാൾക്കോ മനസ്സിൽ മറ്റൊരു ആശയം അതിൽ ഉണ്ടായി വരികയാണെങ്കിൽ അതിനെ ഇതിനോട് ചേർത്ത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു അവസരം അദ്ദേഹം കൊടുക്കുകയായിരുന്നു. ആസ്വാദനം എന്ന വാക്കിനെ ഒതുക്കാൻ പറ്റില്ല. കാരണം ആസ്വാദനം എന്ന് വെച്ചാൽ എന്താണോ കവി പറഞ്ഞു വെച്ചത് അതിനെ ഞാൻ എങ്ങനെ ആസ്വദിക്കുന്നുവോ അതാണ് ആസ്വാദനം. സമാധി എങ്ങനെയല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനോട് യാതൊരു ബന്ധവും ഇല്ലാത്ത വേറൊരു തരത്തിലേക്ക് അതിനെ കൊണ്ടെത്തിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ കാട്ടുതീ എന്ന് പറയുമ്പോൾ ഒരു കാട്ടിൽ പെട്ടെന്ന് കാട്ടുതീ പടർന്ന് പിടിച്ച് കാട് ചുട്ടരിച്ചു എന്നുള്ള ആശയത്തിനെ വേണമെങ്കിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള പുതിയൊരു വിപ്ലവ ആശയ ചിന്താഗതി പൊതുജനങ്ങളെ സ്വാധീനിച്ചു എന്നുള്ള രീതിയിലേക്ക് കൊണ്ടെത്തിക്കാം. അപ്പൊ അവിടെ കവി ഉദ്ദേശിച്ചിട്ടില്ല. വായിക്കുമ്പോൾ വായിച്ചാൾക്കും അതപ്പം തോന്നിയിട്ടില്ല. പക്ഷെ പിന്നീട് അത്തരത്തിലുള്ള അർത്ഥതലങ്ങളെ കൊണ്ട് പുതിയൊരു തരത്തിലേക്ക് അത് എത്തിക്കാൻ കഴിയും. ഒരു തരത്തിലേക്ക് അവിടെ എത്തിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു അർത്ഥത്തിനെയാണ് അവിടെ സമാധി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് തരത്തിലും ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേകതകളെ കുറിച്ച് തന്നെയാണല്ലോ സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു വാക്ക് സമാധി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടെത്തി എഴുതുക, നിങ്ങൾക്ക് അവിടെ ആ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിക്കുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ ഇതിനോട് ശരിക്കും പറഞ്ഞാൽ ബന്ധം വരുന്നുണ്ട്. ആ നവരത്നമാലയുടെ പിന്നീട് ഇങ്ങാച്ചതിലൊരു പരസ്യം കൊടുക്കുകയും അതിന് ഒരുപാട് കവിതകൾ പറയുകയും ഒരുപാട് മറ്റതിനെ പറ്റി വന്നു കേരളം മുഴുവനും. അത് മുഴുവനും പുസ്തകമാക്കി. പക്ഷേ ഈ ഇതിൽ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരാൻ കാരണം ഈ സാഹിബ് പറഞ്ഞത് എന്താ, അതിൻ്റെ ഒരു കോപ്പി ഇംഗ്ലീഷിലേക്ക് തരണമെന്ന് പറഞ്ഞിട്ടാണ് ആവശ്യപ്പെട്ടിരുന്നത്. ആ ഈ ഒറ്റ ശ്ലോകത്തിൻ്റെ അവിടെ വെച്ച് പറഞ്ഞതല്ല. അപ്പോൾ ആ ഒറ്റ ശ്ലോകത്തിന് പകരം ഒരു ബുക്ക് തന്നെ അങ്ങനെ ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരുന്നത്. അതിൻ്റേത് മഞ്ചേരി കോവിലത്തിൽ നിന്നാണ് അതിൻ്റെ ഒരു കോപ്പി ഉള്ളത്. പല സ്ഥലത്ത് അന്വേഷിച്ചിട്ട് മഞ്ചേരി ഭാസ്കര വർമ്മയാണ് പേര്. അദ്ദേഹത്തിന് ഞാൻ കത്തെഴുതിയപ്പോൾ അതിൻ്റെ ഒരു കോപ്പി അവിടെ തപ്പിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കോപ്പി ശ്രീകൃഷ്ണപുരത്ത് ഭാസ്കര ഗുപ്ത എന്ന് പറഞ്ഞാൽ ആണ്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് വാങ്ങിച്ചോളൂ. സാറിന്റെ ഒരു അനുഭവത്തിൽ ഈ കോളേജിന്റെ ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ചില തടസ്സങ്ങൾ നേരിടുക, ആ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി ജ്യോതിഷത്തെ ആശ്രയിക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതും കൂടി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഉണ്ടായിരുന്നു. അപ്പം അതെന്താന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയില്ല. അതിൻ്റെ അത് എന്താ മറ്റേ ആദ്യം ഇവിടെ ഒന്ന് പോയി നോക്കിയിരുന്നു, രാവണ പണിക്കട്ടത്ത് ഒന്ന് കാര്യം നോക്കിയിട്ട് പിന്നെ അതിൻ്റെ കുറച്ച് എൻ്റെ ഭാഗത്തുള്ള തെറ്റുകളാണ്. അതായത് ഞാൻ കുടുംബക്ഷേത്രത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം കുടുംബക്ഷേത്രം എന്ന് വരുമ്പോൾ വർഷത്തേക്ക് റിസർവ് ഫാസ്റ്റിൻ്റെ ഉള്ളിലാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം. ശാസ്താവാണ് പ്രതിഷ്ഠ. അപ്പോൾ അത് റിസർവ് ഫാസ്റ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആ റിസർവ് ഫോറസ്റ്റിലേക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം ഉത്തരത്തിൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മിക്കവാറും അത് ഏപ്രിൽ അല്ലെങ്കിൽ മാർച്ച് അവസാനം ഏപ്രിൽ ഫസ്റ്റ് വീക്കിലാണ് വരിക. ആ സമയത്ത് എനിക്ക് ഇവിടെ നിന്ന് വെരിഫിക്കേഷനും മറ്റേ ബുക്ക് വന്നിട്ടുണ്ടാകും. അത് ചേർത്തിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഏകദേശം 30 കൊല്ലം ഞാൻ പോയിട്ടില്ല. അപ്പോൾ പറഞ്ഞത് ആ സമയത്ത് ഗുരുവായൂർ മറ്റേതിനൊക്കെ പോകും. അപ്പോൾ ജോഷ്യൻ പറഞ്ഞത് മറ്റേ രാവണി പണിക്ക് പറഞ്ഞത് അമ്മയ്ക്ക് ചോറ് കൊടുക്കാതെ വേറെ ആരും ചോറ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഒരു ദൈവത്തെ ഓർക്കുമ്പോൾ കുലദൈവത്തെ ഓർക്കണം, കുലദൈവം പ്രസാദിച്ച്. അപ്പം അതുകൊണ്ട് ഉടനെ തന്നെ പോയിട്ട് മാപ്പ്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം പോകാൻ പറ്റില്ല, കാരണം അവിടെ വർഷത്തിൽ ഒരിക്കലേ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ചെയ്താൽ ഒഴിഞ്ഞു വെച്ചിട്ട് അടുത്ത ഉത്തരത്തിൽ ഞങ്ങൾ അവിടെ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഒഴിഞ്ഞു വെച്ചാൽ മതി, എല്ലാം മാറും. അത് സത്യമായിരുന്നു. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ അതോടൊപ്പം പറഞ്ഞത് ഞങ്ങൾക്ക് വേറെ ചില കർത്തവ്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത് ഞാനും ശർമ്മയും കൂടിയിട്ട് വീണ്ടും ഒന്നുകൂടി കാണാൻ പോയിട്ട് കോളേജിൻ്റെ 2002 1 കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ കാലഘട്ടത്താണ് പോയി നോക്കുകയും കുറേ പരിഹാരം ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാനത് ചോദിച്ചു, ഞാൻ എന്തിനാ അതിൽ പറഞ്ഞപ്പോൾ അത് രാശി വെച്ച് നോക്കുമ്പോൾ നിങ്ങളാണ് അത് ചെയ്യേണ്ടത്, ഒരു നിയോഗം. അതെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ചെയ്യണം പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഞാൻ തൃപ്പറങ്കോടേക്ക് പോയിട്ട് വിളക്ക് കൊടുത്തു.
പിന്നെ തിരുവേഗപ്പുറയിൽ പോയിട്ട് 2-3 ദിവസത്തെ പായസം, പിന്നെ തൊട്ടടുത്ത ഗണപതി അമ്പലത്തിലേക്കും പോയിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തതുകൊണ്ട് അതിൻ്റെ എല്ലാ ഗുണങ്ങളും കോളേജിനുണ്ടാകുന്നതാണ് മൊത്തത്തിൽ. അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2002 വരുന്ന സമയത്ത് കോളേജിൻ്റെ നാക് വിസിറ്റ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ B++ കോളേജിന് നേടാൻ പറ്റി. കാരണം അതിനുമുമ്പ് കോളേജിന് ഇത്രയും ഒരു C കിട്ടുമെന്നുള്ള പല അഭിപ്രായം ഉണ്ടായിരുന്നതിന് നേരെ മാറി കോളേജിന് B++ ഉണ്ട് എന്നുള്ളതിൻ്റെ അംഗീകാരം കിട്ടിയില്ല. അപ്പോൾ ആ കിട്ടിയെന്ന് വരുന്ന സമയത്ത്, കാരണം ഇപ്പം ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞില്ല 24 പേർക്ക്, അന്ന് 21 പേരാണ്, 2012 ആണ്. ആ 21 പേർക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുകയും രാഷ്ട്രപതിയുടെ സംസ്കൃതത്തിലുള്ള അവാർഡ് കിട്ടിയ 2 വ്യക്തികളാണ്. ഒന്ന് KP നാരായണ സാറും പിന്നെ അനന്തനാരായണ ശാസ്ത്രികളാണ്. ആ രണ്ടുപേരും പട്ടാമ്പിയുടെ പുന്നശ്ശേരിയുടെ പ്രോഡക്റ്റാണ്. SNJS അല്ല, കാരണം അവർ പുന്നശ്ശേരിയിൽ ഇവിടെ പഠിച്ചതാണ്. അവരുടെ അംഗീകാരം എന്ന് പറഞ്ഞ സമയത്ത് വന്ന് നാക് ടീം അമ്പതിച്ച് പോയി. കാരണം അവർക്കറിയില്ല, കാരണം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. ഡിപ്പാർട്ട്മെൻറ്റ് 5 കൊല്ലത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നുള്ളൂ. അത് ലാസ്റ്റ് 2012 വരുന്ന സമയത്ത് 2002 വരുമ്പോൾ 97 മുതലുള്ള കാര്യങ്ങൾ മാത്രം അവർക്ക് കൊടുത്താൽ മതി. ഞാൻ കൊടുത്തത് അതല്ല, കാരണം ഞാൻ അതുവരെ അന്വേഷിച്ച കാര്യങ്ങൾ മൊത്തം അവർക്ക് പ്രസൻറ്റ് ചെയ്തു. പുന്നശ്ശേരി എന്താണ്, പുന്നശ്ശേരിയുടെ ശിഷ്യന്മാരുടെ സംഭാവന എന്താണ്, ആ സംഭാവനയെ കംപ്ലീറ്റ് ബുക്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബുക്കുകളാണ്, പക്ഷേ ഇത് എനിക്ക് വളരെ കുറച്ച് കിട്ടും. 390 ബുക്ക് എന്താ ഉണ്ടായിരുന്നത്, ഇതേ ഉള്ളൂ. പക്ഷേ ഇതേക്കാളും കൂടുതൽ ബുക്ക് ഉപർത്ത് എഴുതിയിട്ടുണ്ട്. അതിൽ KV എന്ന് പറഞ്ഞ ആൾ 135 ബുക്ക് എഴുതിയിട്ടുണ്ട്. അവിടെ ഉണ്ടായ 4 ബുക്കാണ്, ബാക്കി ഒന്നുമില്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിലേ ഇല്ല. അപ്പം അങ്ങനെ ഒരു മഹത്തായ പാരമ്പര്യമുള്ള ഒരു കോളേജാന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞത് ഏറ്റവും മഹത്തായാണ്. അപ്പം അത് അവർ അംഗീകരിച്ചിട്ടാണ് കോളേജിന് B++ കിട്ടിയത്. ആ കിട്ടിയത് കൊണ്ട് എന്തായി, കോളേജിന് ഗ്രാൻഡ് കൂടുതൽ UGCകൾ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഈ 2002 B+ കിട്ടിയത് കൊണ്ട് കോളേജിന് കൂടുതൽ സാമ്പത്തികമായിട്ട് UGCകളിൽ സഹായം കിട്ടുകയും കോളേജിന് മെച്ചം കിട്ടുകയും ചെയ്തു. പിന്നെ 2011 ഇത് ആവർത്തിക്കുന്ന സമയത്ത് എന്തായി, 1972 കാലഘട്ടത്തിൽ തുടങ്ങിയ സയൻസ് ബ്ലോക്ക് അടക്കം ഇപ്പോഴാണ് ശരിയായി. അപ്പം അങ്ങനെ ഒരു മെച്ചം കോളേജിന് കിട്ടിക്കൊണ്ടേയിരുന്നു. അപ്പം കോളേജുമായിട്ടുള്ള അനുഭവം എന്ന് വരുന്ന സമയത്ത് ഇപ്പം 1983 ഞാൻ ജോയിൻ ചെയ്തിട്ടും പലരും എന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഞാൻ ചെയ്തുകൊള്ളാൻ പറഞ്ഞിരുന്നു, പക്ഷേ എനിക്ക് ട്രാൻസ്ഫർ വന്നിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ ഞാൻ ഈ പുന്നശ്ശേരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങളും അന്ന് അന്വേഷിക്കാൻ 1984 മുതൽ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ പുന്നശ്ശേരിയുടെ അനുഗ്രഹം കൊണ്ടായിരിക്കും എനിക്ക് ട്രാൻസ്ഫർ കിട്ടാത്തത്. പിന്നീടാണ് 2002 സമയത്ത് ഞങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. അതിന് കാരണമാകുമ്പോൾ ഞാൻ കുലദൈവത്തിന് പോകാത്തത് കൊണ്ടുള്ളതാണ് പറഞ്ഞ് മനസ്സിലാക്കിയും അതോടൊപ്പം തന്നെ ഈ കോളേജിലേക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വഴിയായിട്ടാണ് നടക്കാനുള്ളത് ഒരു നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് വഴിപാടുകളൊക്കെ ഞാൻ കൊടുക്കുകയും ചെയ്തു. തിപ്പറങ്കോടും തിരുവേഗപ്പുറത്തും പോയിട്ട് അമ്പലത്തിന് വഴിപാട് കൊടുത്തിരുന്നു. അതിനനുസരിച്ച് 2004 കോളേജിൻ്റെ ഇൻസ്പെക്ഷൻ വരികയും അതിന് ഏറ്റവും നല്ല മാർക്ക് നേടുകയും ചെയ്തു. ഗ്രേഡ് B++ ഗ്രേഡ് നേടുകയും ചെയ്തിരുന്നു. ആ B+ ഗ്രേഡ് നേടിയത് കൊണ്ട് കോളേജിന് കൂടുതൽ മെച്ചപ്പെട്ട ധനസഹായം UGCയിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും കിട്ടിയിരുന്നു. അതിനുമുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല, വളരെ കുറവായിരുന്നു. ആ പുന്നശ്ശേരിയിലുള്ള ആദ്യകാലത്ത് 2000 രൂപ വരുമാനം ഉള്ള സമയത്ത് 3600 രൂപ ചിലവ് വന്നിട്ടുണ്ടല്ലോ, അതേപോലെ ആയിരുന്നു പട്ടാമ്പിയിലുള്ളതിൻ്റെയും സമ്മാനം. അപ്പോൾ PT ആണ് അതിൻ്റെ സഹായം ചെയ്യുമായിരുന്നു. അപ്പോൾ അതിന് പുറമെ 2011 ഇതേപോലെ വന്നപ്പോൾ 2011 ഇൻസ്പെക്ഷൻ വന്നത്. 2011 റിപ്പോർട്ട് കൊടുക്കുകയും 2012 വരുന്ന സമയത്ത് A കിട്ടിയത്. ഇതിനേക്കാളും കൂടുതൽ ഗ്രേഡ് കിട്ടിയത്. ആ ഗ്രേഡ് A കിട്ടിയതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് എല്ലാ മേഖലയ്ക്കും, റിസർച്ച് മേഖലയായാലും ശരി, ലാബായാലും ശരി, ലൈബ്രറീസ് ആയാലും ശരി, ബിൽഡിംഗ് ആയാലും ശരി, എല്ലാത്തിനും ഒരു കൂടുതൽ മെച്ചപ്പെട്ട കേരളത്തിലെ 6 കോളേജുകളിലെ ഏറ്റവും കൂടുതൽ സംഭാവന കിട്ടാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അതിൽ ഓട്ടോണമസ് കോളേജിന് പറഞ്ഞപ്പോൾ ഇവിടെ എല്ലാവരും എതിരായതുകൊണ്ട് അത് നടന്നില്ല എന്നുള്ളതാണ് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ കിട്ടിയതുകൊണ്ട് 1970-75 കാലഘട്ടത്തിൽ തുടങ്ങിയ ലേഡീസ് ബ്ലോക്ക് പണി കഴിഞ്ഞിരുന്നു. പിന്നെ PG ബ്ലോക്കിൻ്റെ പണി കഴിഞ്ഞു. അന്ന് തുടങ്ങിയ സയൻസ് ബ്ലോക്കിൻ്റെ പണി ഇതിന് ശേഷമേ. ഈ കോളേജിലേക്ക് വരുമ്പോൾ ഇതിന് അവധി ദിവസങ്ങൾ ഉണ്ടായി. 100 വർഷങ്ങൾക്ക് മുമ്പുള്ള അവധി ദിവസങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട്. 100 വർഷങ്ങൾക്ക് മുമ്പുള്ള അവധി ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഗുരുകുലത്തിന് മാസത്തിൽ 8 ദിവസമായിരുന്നു അവധി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവധി എന്ന് പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അവധി എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് അവധി ആഘോഷം തുടങ്ങും, വൈകി എണീക്കുന്നതിൽ തൊട്ടിട്ട്. പക്ഷേ ഗുരുനാഥൻ്റെ കാലത്ത് അങ്ങനെയല്ല, അത് അധ്യയനം നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.
എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ പ്രയോഗ രീതിയാണ്. അന്ന് അവിടെ നടക്കുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നാടകാഭിനയം, പിന്നെ അക്ഷരശ്ലോക സഭ, അഷ്ടമി സഭ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം നടക്കുന്നത് എല്ലാ അഷ്ടമി ദിവസവും. ഈ അഷ്ടമി സഭ നടക്കുമ്പോൾ അതിലാണ് നേരത്തെ പറഞ്ഞ നാടകാഭിനയങ്ങൾ, അക്ഷരശ്ലോക അവധി ദിവസങ്ങളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുലശ്ശേരി കലാലയത്തിലെ അവധി ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത്. മറ്റേത് അധ്യയന രീതിയാണ്. നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ 2 മണി തൊട്ട് തുടങ്ങുന്ന അധ്യയനം രാത്രി 9 മണി വരെ നീളുന്ന അധ്യയനം നീളുന്ന സമയത്ത് അതിന് മാത്രമേ ഇവിടെ അവധി. പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിലും പുലശ്ശേരി ഗുരുകുലം സജീവമാണ്. അപ്പോൾ അവധി ദിവസങ്ങളിൽ അവധി ദിവസം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം എന്താ വെച്ചാൽ ഒരു പക്ഷേ അധ്യയനത്തിൻ്റെ ഏറ്റവും ഒരു പരീക്ഷണങ്ങൾ നടക്കുന്നത്, പ്രയോഗം നടക്കുന്നത് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ അവധി ദിവസങ്ങളിലാണ്. അപ്പം അഷ്ടമി സഭയാണ് അതിൽ ഏറ്റവും പ്രധാനം. ബാക്കിയുള്ള ദിവസങ്ങളിലേക്ക് പോകുന്ന, അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, തൃത്താല ഏകാദശിയൊക്കെ വളരെ പ്രധാനമായിട്ട് നടന്നിരുന്ന ആഘോഷങ്ങൾക്കൊക്കെ ഈ പട്ടാമ്പിക്കാരുടെ നാടകം ഒഴിച്ചുകൂടാൻ പറ്റില്ല, അക്ഷരശ്ലോകം ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന കളരികളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഓരോ അവധി ദിവസം. അതിനാണ് അവധി കൊടുത്തിരുന്നത്. ഒരു അത് അഷ്ടമിയിലാണ്. അഷ്ടമിയിൽ ആ ദിവസമാണ് അത് ചെയ്തത്. മറ്റു ദിവസങ്ങളിലുണ്ട്. പക്ഷെ അഷ്ടമി സഭ എന്ന് പറഞ്ഞിട്ട് അഷ്ടമിക്ക് നിർബന്ധമായിട്ട് എല്ലാവരും അവിടെ കൂടിയിരിക്കണം. ലീവാണ്, അധ്യാപനമില്ല. പക്ഷെ അവിടെ ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ നടക്കും. കവിത ചൊല്ലുക, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിനെ പറ്റി സംസാരിക്കുക, അങ്ങനെയുള്ള പല പ്രായോഗിക തലത്തിലുള്ള പഠനമാണ് അവിടെ നടന്നിരുന്നത്. അപ്പോൾ അതിൽ പലരും അഭിപ്രായം പറയുന്ന സമയത്ത് അത് തർക്കം നടക്കും. ആ തർക്കം നടക്കുന്ന പുനഃശ്ശേരി അഭിപ്രായം പറയും. അതിൽ തർക്കം ഒരു ശിഷ്യൻ പറയുന്ന തർക്കം ശരിയാണെങ്കിൽ പുനഃശ്ശേരി അംഗീകരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു പരിശീലനമാണ് ഈ അഷ്ടമി സഭയിലുള്ളത്. അതിന് അഷ്ടമി സഭ എന്നാണ് പേര്. ഇത് മറ്റു ദിവസങ്ങളിൽ ഉണ്ടാവും. കൂടെ പറയേണ്ട ഒരു കാര്യം, ചോദ്യത്തിന്റെ ഇടയിൽ നമ്മളിപ്പോൾ ഇന്ന് ഇരിക്കുന്നത് നമ്മൾ അഷ്ടമിയാണെന്ന്, അന്ന് പൂജവെപ്പ് തുടങ്ങുന്ന ഒരു ദിവസം. അത് വളരെ സാറ് പറയും, സാറാണത് പറയാനുള്ള യോഗ്യത സാറിനാണ്. അപ്പൊ ഞാൻ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഗുരുനാഥന്റെ ജീവിതത്തില് ഈ നവരാത്രിക്ക് ആണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആഘോഷങ്ങളൊന്നും അദ്ദേഹം നടത്തിയതായിട്ട് എവിടെയും, എൻ്റെ അന്വേഷണത്തിൽ എവിടെയും വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ആഘോഷിക്കുക, ജന്മദിനം ആഘോഷിക്കുക, അല്ലെങ്കിൽ ഒരു ആഘോഷം അത് അത്രയും ലളിതമായിട്ടുള്ള ജീവിതമാണ്. ഭക്ഷണ രീതിയാണെങ്കിലും വസ്ത്രം, ഇപ്പം നമ്മൾ ആ ഫോട്ടോയിൽ കാണുന്ന രീതി തന്നെയാണ് അദ്ദേഹത്തിന്. അപ്പം അതിൽ ഒന്നും പ്രത്യേകിച്ച് ആഘോഷങ്ങളുടേതായിട്ടൊന്നും അദ്ദേഹത്തിന് കഴിയും. പക്ഷേ ഈ 9 ദിവസം ആണ് അദ്ദേഹം ശരിക്കും മനസ്സുകൊണ്ട് അദ്ദേഹം ആഘോഷിക്കുന്നത്. അതിന് മാത്രമല്ല, ഈ ആഘോഷത്തിൽ പങ്കുചേരാനായിട്ട് വിജയദശമി ദിവസം കഴിയാവുന്നിടത്തോളം എല്ലാ ശിഷ്യന്മാരും വന്ന് എത്തിച്ചേരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിഷ്കർഷ. നിർബന്ധമായിട്ട് പറയുന്ന രീതിയില്ല, ഇവിടെ എത്തണം എന്നുള്ള നിർബന്ധമായിട്ട് പറയില്ല. പക്ഷെ ഗുരുവിൻ്റെ മനസ്സതാണെന്ന് അറിഞ്ഞിട്ട് അന്നേക്ക് ഒരുവിധപ്പെട്ട എല്ലാ ശിഷ്യന്മാരും ആ വിജയദശമി ദിവസം ഇവിടെ നന്നേ പുലർച്ചെ കഴിയുന്നതും തലേ ദിവസം തന്നെ എത്തുന്നാണ് പറയണം അവരൊക്കെ. കാരണം എന്താ വെച്ചാൽ രാവിലെ എങ്ങനെയാണോ ഗുരു ആദ്യം എഴുത്തിയിരുത്തിയത് അതേപോലെ ഉണക്കലരിയും മണലും വെച്ചിട്ട് എല്ലാവരും എഴുതുന്നു. വീണ്ടും വന്ന് എഴുതും. ഒരു ആദ്യ ദിനം എങ്ങനെയാണോ വിദ്യാരംഭത്തിന്റെ അന്ന് വിദ്യ ആരംഭിക്കുന്ന ഒരു കുട്ടിക്ക് ചൊല്ലിക്കൊടുക്കുന്നത് അതേപോലെ എല്ലാ കാര്യങ്ങളും ചൊല്ലിക്കൊടുക്കും. ഈ ഇരിക്കുന്ന ശിഷ്യന്മാര് അവര് ചിലപ്പോൾ അനേക വർഷത്തെ ശിഷ്യ പരമ്പര ഉള്ളവരായിരിക്കാം, ചിലപ്പോൾ റിട്ടയർ ആയവരോ, ചിലപ്പോൾ ഗുരുനാഥ് എന്തുമായിക്കോട്ടെ, ഗുരുവിന്റെ മുന്നിൽ അന്ന് അവരെല്ലാവരും തന്നെ ശിഷ്യന്മാരാണ്. എല്ലാവരും വന്ന് അവിടെ എത്തും. അപ്പൊ രാവിലെ ഈ ദിവസം 9 ദിവസം മുമ്പ് തുടങ്ങും. ഞാൻ പറയുമ്പോൾ എൻ്റെ ഒരു അനുഭവം കൂടെ പറയാം. എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ഗുരു ശശിധര പണിക്കരാണ്. ഈ വിജയദശമി ദിവസങ്ങളിൽ ഞങ്ങളും ഇതേ തന്നെ പാരമ്പര്യം തന്നെ ഞങ്ങളും ചെയ്ത് പോന്നിട്ടുള്ളത്. ഗുരുനാഥൻ ആര്യശ്രീ ചൊല്ലിത്തരും, ഞങ്ങളത് ഏറ്റു ചൊല്ലും. അവിടെ നിന്ന് പുസ്തകം പുതിയ ഒരു അധ്യായം അല്ലെങ്കിൽ പുതിയൊരു ശ്ലോകം പഠിച്ചിട്ട് ആരംഭിക്കാറാണ് പതിവ്. അത് ഈ ശിഷ്യന്മാരും പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു പുതിയ വിദ്യ, എന്തെങ്കിലും ഒരു ശ്ലോകം, എന്തെങ്കിലും ഒരു കാര്യം അന്ന് ഗുരുവിൽ നിന്ന് പുതിയതായി അഭ്യസിച്ചിട്ടാണ് അവർ മടങ്ങുക. മാത്രമല്ല ഈ അന്ന് ആദ്യമായിട്ട് അക്ഷരം കുറിക്കാൻ വന്നവർ വേറെ ഉണ്ടാവും. അവർ ഈ അമ്പലത്തിലുണ്ടാവും. അപ്പോൾ നമ്മൾ കണ്ടുവല്ലോ, ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് ചടങ്ങൊക്കെ നടക്കുന്നത്. ഇത് ആ തുടക്കം നവരാത്രി ദിവസം തുടങ്ങുന്ന അന്ന് തൊട്ട് ഗുരുനാഥൻ അമ്പലത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നേരാണത്തിൽ ഭക്ഷണം കഴിക്കും. പൂർണ്ണമായിട്ടൊരു ഉപാസനയാണ്. ഈ ഒരു ഉപാസന നമ്മൾ മറ്റേ ഒരു വർഷത്തെ ഭജനിരിക്കൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ദ്വാത്രിംശത്തി യോഗത്തിന്റെ പരിഹാരാർത്ഥം അദ്ദേഹം മുൻപ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷെ അതിന്റെ ഒരു തുടർച്ച പോലെ അദ്ദേഹം ചെയ്തിരുന്നത് തന്നെ ദേവിക്ക് സമർപ്പിക്കുന്നതായിട്ടുള്ള ഒരു സമർപ്പണം എന്താണെന്നുള്ളത് നമുക്ക് ഗുരുവിന്റെ മാനസിക വ്യവഹാരങ്ങളൊന്നും നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഈ 9 ദിവസം ശരിക്കും പറഞ്ഞാൽ ഒരു നേരമാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത്. അല്ലെങ്കിൽ നെതിച്ചോറാണ് ഇഷ്ടം. അപ്പോൾ ആ അമ്പലത്തിൽ തന്നെ ഈ 9 ദിവസം ഇരുന്ന് ഈ വിജയദശമി ദിവസം രാവിലെ ശിഷ്യന്മാർക്ക് വിദ്യ ആരംഭിച്ചു കൊടുത്തതിൻ്റെ ശേഷം അവിടെ പിന്നെ ആഘോഷങ്ങളാണ്.
അതാണ് ഗുരുനാഥന്റെ ജീവിതത്തിലുള്ള ഒരേ ഒരു ആഘോഷം. അന്ന് മാത്രമല്ല, അന്ന് ചതുർവിധമായിട്ടുള്ള സദ്യ, ഗുരുനാഥൻ ഒരു വിശേഷപ്പെട്ട ഭക്ഷണം കഴിക്കുന്നു നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ദിവസമാണ്. ബാക്കിയൊക്കെ ഈ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന നേദ്യച്ചോറാണ് ഭക്ഷണം. ഒന്നും ഭക്ഷണത്തിന് യാതൊരു നിർബന്ധമില്ലാത്ത ആളാണ്, എന്താണോ അത് അത്രയും പറയുള്ളൂ. പക്ഷെ ഈ ഒരു ദിവസം മാത്രമാണ് നമ്മൾ കാണുന്നത് ചതുർവിധമായിട്ടുള്ള സദ്യ ഒരുക്കിയിട്ട് 10 മണിയോട് കൂടി ചടങ്ങ് കഴിയുമ്പോഴേക്കും 10 മണിയാവുന്നതാണ്. ഇത്രയും ആളുകൾ വന്നിട്ടുണ്ടാവും. ആദ്യമായിട്ട് വിദ്യാഭ്യസിക്കാൻ വന്ന കുട്ടികൾ വേറെ ഉണ്ടാവും. ഇതെല്ലാം കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 10 മണിയോട് എടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ശേഷം അന്ന് എല്ലാവർക്കും വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ ഭക്ഷണമാണ്. ഞങ്ങൾക്ക് ഇന്ന് ഉണ്ടായ മറ്റൊരു അനുഭവം കൂടി പറയാം. ഞങ്ങൾ ഇവിടേക്ക് വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. ആ സമയത്തൊരു ക്ഷേത്രത്തേക്ക് വന്ന ഒരു ഭക്തൻ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് തുടങ്ങുന്നതിനോടൊപ്പം ഇതിൻ്റെ തൊട്ടടുത്താണ് ആദ്യത്തെ സ്കൂള് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് നിങ്ങൾ വരണം, ഞാൻ അവിടുത്തെ എയ്ഡാണ് എന്നുള്ള രീതിയിൽ അവരും കൂടെ പറഞ്ഞു. അതുപോലെ അത്ഭുതമായിട്ട് തോന്നുന്നത്. കാരണം അദ്ദേഹം പോലും ഇത് നമ്മൾ റെക്കോർഡിങ്ങിന് വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടല്ല അദ്ദേഹം വരുന്നത്. യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തെ കണ്ടുമുട്ടാണ്. യാദൃശ്ചികത അതിന് പലതുണ്ട്. ആ യാദൃശ്ചികതയെ കുറിച്ച് സാറ് പറയും. ഈ നവമിയായിട്ടും ബുധനാഴ്ചയായിട്ടും കുറെ യാദൃശ്ചികതകൾ സാർ എപ്പോഴും പറയാറുണ്ട്. എന്ത് കാര്യം എടുക്കുകയാണെങ്കിലും പുനശ്ശേരിയുടെ ഗുരുകുലത്തായാലും ശരി എല്ലാം സംഭവിച്ചത് ബുധനാഴ്ചയാണ്. പ്രേക്ഷകരോട് അത് എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം അത് ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടത് വിദ്യയാണ്. ആ വിദ്യേന് വരുന്ന സമയത്ത് ബുധനാഴ്ചയാണ്. സ്കൂള് അംഗീകാരം കിട്ടിയത് ബുധനാഴ്ചയായിരുന്നു. ഒരു ബുധനാഴ്ചയാണ്. വിജ്ഞാനച്ചനാണ് പത്രിക നടത്തിയിരുന്നത്. ആ 25 കൊല്ലം 30 കൊല്ലത്തെ എല്ലാ ബുധനാഴ്ചയാണ്. ആചാര്യനെ കുറിച്ച് പറയേണ്ടതും ബുധനെ കൊണ്ടാണ്. അങ്ങനെ ഉണ്ട്. ഇന്നും ഇന്നത്തെ ദിവസവും അത് പ്രേക്ഷകരോട് എടുത്ത് പറയേണ്ട നമ്മള് നവമിയുടെ അല്ലെ അഷ്ടമിയിലാണ് ഇന്ന് അതോടൊപ്പം ബുധനാഴ്ചയും കൂടിയിട്ടാണ് ഇന്നത്തെ ദിവസവും ബുധനാഴ്ചയാണെന്ന്. എവിടെയോ ഒരു അദൃശ്യ സാന്നിധ്യം നമുക്കൊപ്പമുണ്ട്. ഞങ്ങൾക്കത് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞങ്ങള് ഒരു അഭേദ്യമായ ഒരു ബന്ധമാണ് ഇതെല്ലാം. ഇതിന്റെ പിന്നിൽ ഉള്ള ആളുകളെ ഈ അവസരത്തിൽ ഞാൻ ഒന്ന് പറയുകയാണ്. അതായത് അദ്ദേഹത്തിന് ഒരു ഗുരുകുലം കുരുക്കല്ലൂർ ദേശത്തായിരുന്നു. നമ്മുടെ ഒരു ക്യാമറാമാൻ ഗോപിനാഥ് കുരുക്കല്ലൂർ, അവർ കുരുക്കല്ലൂരുകാരനാണ്. ഇല്ലത്തേക്ക് ദത്ത് വന്നത് നടുവട്ടത്ത് നിന്നാണ് എന്ന് പറഞ്ഞു കേട്ടു. നമ്മുടെ മറ്റൊരു ക്യാമറാമാൻ അത് ശിവജിത്ത്, അവനും ഇതുപോലെ തന്നെ നടുവട്ടം ദേശത്തു നിന്നാണ്. ഇനി എൻ്റെതും അതുപോലെ തന്നെ വൈശാഖ് അയിലൂർ കളരിക്കൽ, തൂതൻ വടക്കുമുറി കളരിക്കൽ, കണ്ണൻ എന്ന വിളിപ്പേരുള്ള സച്ചിനാരായണൻ, ഞങ്ങൾ 3 പേരും ഈ പട്ടാമ്പി പുന്നശ്ശേരിയുടെ ദേശത്തെന്ന് പറയുമ്പോൾ രായരല്ലൂർ മലയുടെ നേരെ ചുവട്ടിൽ നിന്നാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത്. അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ 3 പേർക്കും ഈ ഒരു ദേശവുമായി പുന്നശ്ശേരിയുടെ ദേശവുമായിട്ട് ഉണ്ട്. മാത്രമല്ല ഞങ്ങൾക്ക് 2 പേർക്ക് അത് ജ്യോതിഷം തന്നെ ഞങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് കൂടുതൽ പുന്നശ്ശേരി ഗുരുനാഥനെ തുല്യം തന്നെ ഞങ്ങൾ കണ്ട് വളർന്നിട്ടുള്ള ആളുകളാണ്. കണ്ട് വളരെയെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഗ്രന്ഥങ്ങളിലൂടെ പരിചയപ്പെട്ട് വളർന്ന ആളുകളാണ്. അപ്പം അതൊക്കെ ഈ ഒരു എപ്പിസോഡിലേക്ക് എത്തി നിൽക്കുമ്പോൾ തുടക്കത്തിൽ എന്ന രീതിയിൽ ഞങ്ങൾ ആദ്യം കൊണ്ട് സമർപ്പിക്കേണ്ടത് ഒരു സമർപ്പണം എന്ന രീതിയിൽ കണ്ടതും ഈ പുന്നശ്ശേരിയുടെ വീഡിയോ ചെയ്യുക, ഈ ഒരു പുന്നശ്ശേരിയെക്കുറിച്ചുള്ള അറിവ് മിനിമം പട്ടാമ്പിക്കാർക്കെങ്കിലും അത് എടുത്തു പറയേണ്ടതുണ്ട്. ഈ അവസരത്തിൽ പട്ടാമ്പിക്കാർ തീർച്ചയായിട്ടും പുന്നശ്ശേരി എന്ന ഗുരുനാഥനോട് നിങ്ങൾ പറഞ്ഞതിനോട് ഇടയിൽ കയറി ഞാൻ പറയാണ്. കാരണം അത് ഞങ്ങൾ പട്ടാമ്പിക്കാർക്കൊക്കെ പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം. കാരണം പലപ്പോഴും അവഗണിക്കപ്പെടുന്നുണ്ട്. കാരണം എന്തിനു വേണ്ടിയാണ് പുന്നശ്ശേരി നിലകൊണ്ടത്? നേരത്തെ പറഞ്ഞ നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകളോടൊപ്പം പ്രതികൂലമായ നിലപാടുകളും രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന ആശയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഡിസ്ട്രിക്ട് ബോർഡ് മീറ്റിംഗ് ഒക്കെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് മെമ്പറായിരുന്നു. അത് കൂടുമ്പോൾ അദ്ദേഹം മിനിറ്റ്സ് എഴുതുന്ന സമയത്ത് ചിലപ്പോൾ ഇദ്ദേഹത്തിന് ചില ആശയങ്ങളോട് യോജിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അത് യോജിക്കുമ്പോൾ അഭിപ്രായ ഭേദങ്ങൾ എന്ന് പറഞ്ഞ് ഈ അഭിപ്രായം എഴുതി വെക്കണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം. അപ്പോൾ അനുകൂല നിലപാടുകൾക്ക് മാത്രമല്ല പ്രതികൂലമായ ശബ്ദങ്ങൾക്കും നിലപാടുകളുണ്ട്, ശബ്ദം പുറത്ത് കേൾക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അങ്ങനെ പഠിപ്പിച്ച ഒരു ആർജവം പകർന്നു കൊടുത്ത ഒരു ഗുരുനാഥൻ ഇതിനു വേണ്ടിയാണോ നിലകൊണ്ടത്? ആ ഒരു പാരമ്പര്യം ഇന്ന് മറന്നു പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഈ സമയത്തും ഈ കാലത്തും അതിനൊരു പ്രസക്തിയും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. കോളേജിന്റെ സ്കൂളിന്റെ പേരിൽ അല്ലെ ഒരു മാറ്റത്തെ കൊണ്ടുവരാനുള്ളതായ ശ്രമം പുറത്തു നിന്ന് ഉണ്ട് എന്നുള്ളത് അത് മനസ്സിലാക്കേണ്ട ഒന്ന്. അത് സാറിനോട് പറയാം, സാറിന് കൂടുതൽ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ആളും അഴഗിരി സാറാണ്. സംസ്കൃതത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകി അല്ലെ, ഭാഷയ്ക്കൊപ്പം തന്നെ സംസ്കൃതത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകി ആ കോളേജ് വരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിത്വമാണ് പുന്നശ്ശേരി എന്നുള്ളത് കൊണ്ട് തന്നെ
സംസ്കൃതത്തിന് പ്രാധാന്യം കൊടുക്കുകയും അതോടൊപ്പം ടീച്ചർ മുമ്പൊരിക്കൽ ഞങ്ങളോട് പറഞ്ഞ പോലെ ഭാഷയ്ക്കും തുല്യ പ്രാധാന്യം ഭാഷയ്ക്കും കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ ഇനി വരുന്ന ഒരു തലമുറ ആ കോളേജ് നിലനിൽക്കാനും അവിടുത്തെ സംസ്കൃത പാരമ്പര്യത്തെയും നേരത്തെ പറഞ്ഞ നാടകം അതുപോലെ തന്നെ മറ്റു പാരമ്പര്യങ്ങളെല്ലാം തന്നെ നിലനിർത്താൻ പട്ടാമ്പിക്കാരൊന്നും കൂടെ അല്ലേ. പക്ഷേ കോളേജിൽ എനിക്ക് തോന്നുന്നു ഞാൻ പട്ടാമ്പി കോളേജിൽ പഠിച്ചാണെന്ന് പറഞ്ഞു. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പുന്നശ്ശേരി പ്രഭാഷണം. പുന്നശ്ശേരിയുടെ പ്രഭാഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് രഘുവംശ പ്രഭാഷണങ്ങളെ കുറിച്ചൊക്കെ സാറാണ് അത് പറയാൻ കുറച്ചും കൂടി നന്നായിട്ട് പറയാൻ കഴിയും. ഞാൻ കേട്ടിട്ടുള്ളത് പിൽക്കാലത്ത് വന്നിട്ടുള്ള പുന്നശ്ശേരി അനുസ്മരിച്ചു കൊണ്ടിട്ടുള്ള പ്രഭാഷണങ്ങൾ മാത്രമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പുന്നശ്ശേരി അനുസ്മരണ പ്രഭാഷണങ്ങൾ എന്തോ അന്നത്തെ കാലത്ത് നമ്മൾക്കത് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാനുള്ള കഴിവും പ്രായവും പക്വതയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതൊരു വിദ്യാർത്ഥിയും പോലെ അതിനെ ഒരു പരിധിവരെ ഞാനും അവഗണിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് അത്രയും ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങൾ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ വിദ്യാർത്ഥികളും പിന്നെ അതുപോലെ തന്നെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ വിദ്യാർത്ഥികളും ഈ പുന്നശ്ശേരി പ്രഭാഷണത്തിന് അവിടെ സന്നിഹിതരായിരുന്നു. മാത്രമല്ല സംസ്കൃതം ഡിപ്പാർട്ട്മെൻറ്റാണ് അത് നടത്തിയിരുന്നത്. ഞങ്ങൾ വളരെ അസൂയയോടെ സംസ്കൃതത്തിലെ വിദ്യാർത്ഥികളെ നോക്കുന്ന ഒരു ദിവസം അത്. കാരണം അവർ മിക്കവാറും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് അവർ നോക്കുന്നിടത്തൊക്കെ സംസ്കൃതത്തിലെ കുട്ടികളെ അവർ ഭംഗിയായിട്ട് ഈ പുന്നശ്ശേരി പ്രഭാഷണം നടത്തുന്നു. KP നാരായണ പിഷാരടിയെ പോലുള്ളവർ, പൗലോസ് സാറിനെ പോലുള്ളവർ ഒക്കെ വന്നിട്ടാണ് ഈ പ്രഭാഷണങ്ങൾ അവിടെ നടത്തുക. അപ്പോൾ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു പരിധിവരെ എല്ലാവരും ഇതിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ കാലം ചെല്ലുമ്പോൾ ഇന്ന് ആ പേരിൽ അല്ലെ സ്ഥലം അവിടെ അത് നടക്കുന്നില്ല. പേരിലൊരു പുന്നശ്ശേരി അനുസ്മരണ പ്രഭാഷണം വിദ്യാർത്ഥികളാണ് ഇത് കൂടുതൽ കേൾക്കേണ്ടതെന്ന് തോന്നുന്നു. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് മുമ്പിൽ ഈ നിങ്ങളുടെ ഫൗണ്ടർ സ്ഥാപകൻ ഇത്രയും വലിയൊരു മഹത് വ്യക്തിത്വമാണ്. അത് ഞങ്ങൾ പറയുമ്പോൾ കൂടുതൽ സന്തോഷം ഞങ്ങൾക്ക്. ഞങ്ങളുടെ ലോകം ഇത് അറിയുന്നു അല്ലെങ്കിൽ അറിയിക്കാൻ പറ്റുന്നു എന്നുള്ളതിൽ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഞങ്ങളോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് അതായത് നമ്മുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് തന്നെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്നതാണ്. ജ്യോതിഷത്തെ അടുത്തറിയാം കേരള ചരിത്രത്തിൽ ആദ്യമായി. അപ്പോൾ പലരും പറഞ്ഞു അത് ഈ ടൈറ്റിലിനോട് നിങ്ങളുടെ ഉദ്ദേശത്തിനോട് ചേരുന്നതല്ല എന്നുള്ളത്. പക്ഷേ അത് ദൈവനിയോഗം പോലെ ആ ഒരു ടൈറ്റിൽ ഞങ്ങളിലേക്ക് വരുന്നതായിരുന്നു ചെയ്തത്. കാരണം ഞങ്ങളുടെ എല്ലാ ടൈറ്റിൽ മറ്റൊരിടത്തു നിന്ന് ഞങ്ങൾ കടമെടുത്തു എന്ന് പറഞ്ഞുകൂടാ, യാദൃശ്ചികമായിട്ട് ഞങ്ങളിലേക്ക് വന്നു ചേർന്ന ഒരു നിമിത്തം പോലെ വന്നു ചേർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും കേരള ചരിത്രത്തിൽ ജ്യോതിഷത്തെ അടുത്തറിയാൻ ഈ ജ്യോതിർഗമയ എന്ന് പറയുന്ന ചാനലിലൂടെ ഞങ്ങൾക്ക് പുന്നശ്ശേരിയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണാം. അപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസ് ഈ ഒരു ഇത്രയും വലിയൊരു പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ആ കോളേജിനെയും അതിൻ്റെ സ്ഥാപകനായ പുന്നശ്ശേരിയെയും ഇനിയത്തെ കാലത്തിന് ഓർമ്മിക്കാൻ പാകത്തിന് അവിടെ ഒരു സ്മാരകം സ്മാരകമോ അവിടെ പക്ഷെ അടുത്തറിയുകയും സ്മാരകം നിർമ്മിക്കുകയും എന്നുള്ളത് മാത്രം പോരാ. എനിക്ക് തോന്നുന്നു സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി അവർ ഏറ്റെടുക്കേണ്ടതുണ്ട്. കാരണം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പുന്നശ്ശേരി അനുസ്മരണ പ്രഭാഷണം കാലക്രമേണ നിന്നുപോയി. അതിനോടൊപ്പം തന്നെ ഒരു താരതമ്യേന എന്ന് വെച്ചാൽ പണ്ടത്തെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിനെ വെച്ച് നോക്കുമ്പോൾ സംസ്കൃതത്തിന്റെ പ്രാധാന്യം അവിടെ കുറഞ്ഞു പോയി. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു VIP ഗ്രൂപ്പായിരുന്നു സംസ്കൃതം കുട്ടികൾ. അങ്ങനെ സംസ്കൃത കോളേജിലെ സംസ്കൃതം പഠിക്കുന്ന കുട്ടികൾ. അതിൽ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിയും എവിടെ എത്താതിരുന്നിട്ടില്ല. ജോലിയിലാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കർമ്മമണ്ഡലത്തിൽ കാലുറപ്പിക്കാൻ ഒരു പരിധിവരെ അന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് സംസ്കൃതം പഠിക്കാൻ തയ്യാറായി വരുന്ന കുട്ടികൾ വളരെ ചുരുക്കമാണ് പട്ടാമ്പി കോളേജിൽ. പിന്നെ അതിൻ്റെ ഒരു തമസ്കരണം എന്നുള്ള വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്. എവിടെയൊക്കെയോ പുന്നശ്ശേരിയുടെ ഒരു പ്രതിഭ അല്ലെങ്കിൽ അദ്ദേഹം എന്താണോ കണ്ടെത്താൻ ശ്രമിച്ചത്, എന്താണോ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്, അതിനെ ഇല്ലാതെയാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ, ആധികാരികമായിട്ട് പറയാൻ ഞാനാളല്ല, എന്നാൽ പോലും അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം ഈ അടുത്ത് വന്ന ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയട്ടെ, പുന്നശ്ശേരി പെരുമ്പയുടെ പഴയ ഗുരുകുലം ഇന്ന് ഓറിയന്റൽ ഹൈസ്കൂളാണ്. ഓറിയന്റൽ ഹൈസ്കൂളിനെ ചുറ്റിപ്പറ്റി ചില വിവാദങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ മലയാള ഭാഷ പഠിപ്പിക്കുക, മലയാളം പഠിപ്പിക്കണം എന്നുള്ളൊരു അവസരം വരുന്നുണ്ട്. ഓറിയന്റൽ സ്കൂളാണ്, സംസ്കൃതമാണ് അവിടെ പഠിപ്പിക്കുന്നത്. അവിടെ അതിനെതിരെ നിൽക്കുന്ന കുറേ പേരെ ഇപ്പോൾ വരുന്നുണ്ട്. അതിനെതിരെ നിൽക്കുന്നവരോട് എന്തുകൊണ്ട് മലയാളം പഠിപ്പിച്ചുകൂടാ, മലയാളം മാതൃഭാഷയല്ലേ എന്നുള്ള മറുചോദ്യമാണ് ചോദിച്ചു കാണാറുള്ളത്. പക്ഷെ അതിനെ കുറച്ചും കൂടി നമ്മുടെ അതൊരു വികാരമാണ്. അതെന്താ വെച്ചാൽ ഒരു പട്ടാമ്പിക്കാരെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഉൾപ്പെടെ അഴഗിരി സാർ ഉൾപ്പെടെയുള്ള ഞങ്ങൾ പട്ടാമ്പിക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു സ്വകാര്യ ദുഃഖം അതിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പട്ടാമ്പിയിലെ 6 ഗ്രൂപ്പാണ് പ്രീ ഡിഗ്രി. എല്ലാ കോളേജിലും 4 ഗ്രൂപ്പ്. ഫസ്റ്റ് ഗ്രൂപ്പ്
മാത്സ്, സെക്കൻഡ് ഗ്രൂപ്പ് ബയോളജി, തേർഡ് ഗ്രൂപ്പ് ഹിസ്റ്ററി, ഫോർത്ത് ഗ്രൂപ്പ് കൊമേഴ്സ്. ഇവിടെ 6th ഗ്രൂപ്പാണ് കൊമേഴ്സ്, 4th ഗ്രൂപ്പ് സംസ്കൃതവും, 5th ഗ്രൂപ്പ് മലയാളവും. എന്നുവെച്ചാൽ പുന്നശ്ശേരി എന്താണോ തുടങ്ങി വെച്ചത്, ഭാരതഖണ്ഡവും കേരളഖണ്ഡവും പ്രസിദ്ധീകരിച്ച നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു മഹത്തായ ദർശനം ഈ അടുത്ത കാലം വരെ പട്ടാമ്പി കോളേജിൽ ഉണ്ടായി. സംസ്കൃതത്തിനും മലയാളത്തിലും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഓരോ ഗ്രൂപ്പുകൾ തുടർച്ചയായിട്ട് ആ വിഷയത്തിൽ നിന്ന് മലയാളത്തിലേക്ക് BA മലയാളത്തിലേക്കും MA മലയാളത്തിലേക്കും പോകാം, BA സംസ്കൃതത്തിലേക്കും MA സംസ്കൃതത്തിലേക്കും പോകാം. പക്ഷേ 2001 പുതിയ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളുടെ ഭാഗമായിട്ട് പ്രീ ഡിഗ്രി വേർപ്പെടുത്തുകയും +2 സ്ഥാപിക്കുകയും ചെയ്തപ്പോൾ ഇതിൽ മലയാളത്തിൻ്റെ ഗ്രൂപ്പ് ഇവിടെ അടുത്ത് വടനാംകുറിച്ചി സ്കൂളിൽ, പട്ടാമ്പിയിൽ നിന്ന് ഒരു 10-12 കിലോമീറ്റർ കാണുള്ളൂ, വടനാംകുറിച്ചി സ്കൂളിൽ പുനഃസ്ഥാപിച്ചു. അതേസമയം പട്ടാമ്പിയിൽ എവിടെയും ഈ സംസ്കൃതം ഗ്രൂപ്പ് വന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ പട്ടാമ്പിയുടെ ഒരു പാരമ്പര്യത്തിനെ ഒരു മനഃപൂർവ്വം തന്നെയാണ് ഞാൻ അവിടെ വാക്ക് ഉപയോഗിക്കുന്നത്. എവിടെയോ ആ ഒരു പട്ടാമ്പി പെരുമ, സംസ്കൃതത്തിൻ്റെ ഗരിമ കുറയ്ക്കാനുള്ള ഒരു ശ്രമമായിട്ട് തന്നെ വേണം ഇന്ന് അതിനെ തിരിച്ചറിയാം. ഒരു പക്ഷെ അന്ന് 2001 അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഇന്നത്തെ പെരുമുടിയൂർ സ്കൂളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളെ കാണാം. പട്ടാമ്പിയിലെ സംസ്കൃതം ഗ്രൂപ്പ് ഇല്ലാതായതുപോലെ കാലക്രമേണ പെരുമുടിയൂർ സ്കൂളിൽ നിന്ന് സംസ്കൃതം പുറന്തള്ളപ്പെട്ടേക്കുമെന്ന് സംസ്കൃതത്തിനെയും ഗുരുനാഥനെയും പട്ടാമ്പി കളരിയെയും സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഉള്ളൊരു ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് അവിടെ മലയാളം വരുന്നതിനോടുള്ള ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നത്. അത് മലയാളത്തിനോടുള്ള എതിർപ്പല്ല, സംസ്കൃതം അവഗണിച്ചേക്കും എന്നുള്ള തോന്നലിൽ നിന്നുണ്ടാവുന്ന ഒരു എതിർപ്പ്, ഒരു പ്രതികരണമാണ്. നേരത്തെ പറഞ്ഞല്ലോ, പ്രതികൂലമായിട്ടുള്ള ശബ്ദങ്ങൾ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞ പുന്നശ്ശേരിയുടെ നാടാണിത്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇത് പ്രതികരിക്കാൻ അവസരമുണ്ട്. അപ്പൊ മലയാളം വേണം എന്ന് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ ഞാനൊക്കെ ശരിക്കും മലയാളം വേണം, മാതൃഭാഷ പഠിക്കണം. കാരണം അവിടെ മറ്റു ഭാഷകൾ പഠിപ്പിക്കുന്നുണ്ട്. സംസ്കൃതം മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്കൂളല്ല, മറ്റു ഭാഷകളോടെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം പുന്നശ്ശേരി മറ്റു ഭാഷകൾക്കൊക്കെ മറ്റ് വിദ്യകൾക്ക് പ്രാധാന്യം കൊടുത്ത ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കലാലയത്തിൽ മറ്റ് വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് സംസ്കൃതത്തിനെ അവഗണിച്ചുകൊണ്ടാണ്. ഓറിയന്റൽ ഹൈസ്കൂളിൽ എന്നും സംസ്കൃതത്തിനായിരിക്കണം മുൻഗണന. പട്ടാമ്പി കോളേജ് നിലനിൽക്കേണ്ടത് സംസ്കൃതത്തിന്റെ പേരിലാണ്. സംസ്കൃത കോളേജ് സംസ്കൃതത്തിന് വേണ്ടി നിലനിൽക്കണം. പ്രേക്ഷകർ മനസ്സിലാക്കും ഈ ഒരു ഇന്റർവ്യൂയിലൂടെ, ഈ ഒരു അധ്യായത്തിലൂടെ. ഇത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്, നമ്മളിൽ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. മലയാളം വരുന്നോ വരണ്ട എന്നുള്ളതല്ല നമ്മുടെ വിഷയം. മറിച്ച് ഏത് ഭാഷ വന്നാലും സംസ്കൃതം അവിടെ സംരക്ഷിക്കപ്പെടും. പട്ടാമ്പി കോളേജിൽ നിന്ന് മാറ്റിവെച്ച 4ാമത്തെ ഗ്രൂപ്പായിട്ട് സംസ്കൃത ഗ്രൂപ്പ് ഓറിയന്റലിൽ പുനഃസ്ഥാപിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് പുന്നശ്ശേരി തുടങ്ങി വെച്ച ആശയങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മളതിനെ അംഗീകരിക്കുന്നു എന്ന് പറയാനെങ്കിലുമുള്ള ഒരു അർഹത നമുക്കുണ്ടാകും. അപ്പോൾ അതോടൊപ്പം പറയുമ്പോൾ ജ്യോതിഷത്തെ അല്ലെങ്കിൽ വൈദ്യത്തെ അതുപോലെ മറ്റിതര സബ്ജക്റ്റുകളെ എല്ലാം മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഉൾക്കൊള്ളി അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഈ ഒരു ചരിത്ര പുരുഷൻ എന്ന് തന്നെ, ഒരു ആധാര പുരുഷൻ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരു മഹത് വ്യക്തിത്വത്തെ ഞങ്ങൾക്ക് 2 പേരിലൂടെ, അഴഗിരി സാറിലൂടെയും സ്മിത ടീച്ചറിലൂടെയും ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ ഞങ്ങളൊരു അഭിമാനമായിട്ട് കാണുന്നു. അപ്പോൾ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നതാണ്. അടുത്ത അധ്യായം ഉടൻ തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.